എന്റെ കൂടെ ഇപ്പൊ ഒരു സർപ്രൈസ് ഗസ്റ്റ് ഉണ്ട്. ഗസ് ആരായിരിക്കും? എന്റെ കൂടെ ഉള്ളത് ആക്ടർ, സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ മമ്മൂട്ടി ആണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പൊ കോട്ടയത്തുണ്ട്. അദ്ദേഹം കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർ, ആർ യു ദേർ? സർ, ഇന്ന് രാവിലെ ഞാറ് നട്ടു, കൃഷി ചെയ്യാൻ ഇറങ്ങി, പാടത്തിറങ്ങി എന്നൊക്കെ കേട്ടു. ഭയങ്കര എക്സൈറ്റഡ് ആയി, അതുകൊണ്ട് വിളിച്ചാ. ഞാനിതിപ്പോ ആദ്യമൊന്നുമല്ല, ഇതിനു മുമ്പ് കൃഷി ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ ഈ അടുത്ത കാലത്ത് സിനിമയിലൊക്കെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണെന്നുള്ളൂ. ആദ്യമായിട്ടല്ല, ഇവിടെ കേരളത്തിൽ ആദ്യമാണെന്നുള്ളൂ. ഞാൻ മദ്രാസിലെ കൃഷി ചെയ്യുന്ന ആളാണ്. മദ്രാസിൽ കുറെ കൃഷിസ്ഥലമൊക്കെ ഉള്ള ആളാണ്. അപ്പൊ ഇന്ന് പെട്ടെന്ന് ഇറങ്ങാൻ എന്താ തീരുമാനിച്ചേ? പെട്ടെന്ന് ഇറങ്ങാനുള്ള ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ കുറെ കാലമായിട്ട് സ്ഥലമുണ്ട്. ഇവിടെ കുറെ കാലത്തായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ സാധാരണ കൃഷി ചെയ്യുന്നുണ്ട്. ഇതിപ്പോ പ്രകൃതി കൃഷി ആലോചിക്കാൻ നമ്മൾ നാച്ചുറൽ ഫാമിങ്ങിനെ പറ്റി അങ്ങനെ പഠിച്ചു. അപ്പൊ നമ്മുടെ ഈ കാലത്ത് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഉപയോഗിക്കാതെ സ്വാഭാവിക കൃഷി ചെയ്യാൻ, നെൽകൃഷി ചെയ്യാമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ചെങ്കഴമ എന്ന് പറഞ്ഞൊരു വിത്ത് നമ്മൾ ഇന്ന് കൊണ്ടുവന്ന് പാകി മുളപ്പിച്ചു വെച്ചിരുന്നു. അത് കുറെ ദിവസമായിട്ട് ഞങ്ങൾ മെഷീൻ വെച്ച് നടുന്നുണ്ട്. ഇന്ന് ഞാനും കൂടെ വന്ന് അവരോട് കൂടെ ചേർന്നു, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. എനിക്ക് ഇന്നൊരു ദിവസം സൗകര്യമായിരുന്നു, അതുകൊണ്ട് വന്നതേ ഉള്ളൂ. ജൈവ കൃഷിയെ കുറിച്ച് എന്താ മമ്മൂക്കയ്ക്ക് പറയാനുള്ളത്? ഒരുപാട് പേര് കേൾക്കുമ്പോ അവർക്ക് എന്താ? ജൈവ കൃഷി അല്ല, ജൈവ കൃഷി ജൈവ വളങ്ങൾ ഉപയോഗിക്കുന്നില്ലേ. ജൈവവളങ്ങൾക്ക് ഇപ്പൊ രാസ പരിണാമം സിദ്ധിച്ച ജൈവവളങ്ങളാണ് കൂടുതൽ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജൈവവളങ്ങളാണ് ഉപയോഗിക്കും, സാധാരണ ജൈവ കൃഷിക്ക് ഉപയോഗിക്കും. അതും അത്ര ഒരു ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ സ്വാഭാവിക കൃഷി വളങ്ങളൊന്നും ചേർക്കാതെ ഏറിയാൽ പശുവിന്റെ ചാണകവും മൂത്രവും പിന്നെ പച്ചില വളം അങ്ങനെയുള്ള സ്വാഭാവിക നമ്മുടെ നാച്ചുറൽ ആയിട്ടുണ്ടാകുന്ന വളങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കൃഷിയാണ് നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത്. മമ്മൂക്ക എന്നുള്ളൊരു കൃഷിക്കാരനെ കുറിച്ച് എന്താ പറയാനല്ലേ? അതെ, ഞാനെന്ന് പറയുന്ന കർഷകൻ. ഞാനൊരു അഗ്രികൾച്ചറൽ ഫാമിലിയിലുള്ള ആളാണ്. അങ്ങനെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ആളാണ്. നമുക്ക് കൃഷിയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. നമ്മൾ അരിയാഹാരം കഴിച്ച് ജീവിക്കുന്നവരാണ് ലോകത്തിലും ഒട്ടുമുക്ക ജനങ്ങളും. അപ്പൊ അരി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതൊരു സ്വാഭാവിക കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നില്ല, പക്ഷെ സാധിക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള പ്രോത്സാഹനവും അതിനുള്ള പ്രചോദനവും ഒക്കെ കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത്. വേറൊന്നുമില്ല. All the best, sir. Thank you very much. Well, that was Mammootty with us on Club FM 94.3.